സംസ്ഥാനത്ത് പാൽവില കൂട്ടുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. വിവിധ മേഖലാ യൂണിയനുകളുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ മിൽമ ഭരണസമിതിയുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം, എറണാകുളം, മലബാർ യൂണിയനുകൾ വില കൂട്ടാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൊഴുപ്പേറിയ പാൽ ലിറ്ററിന് 56 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇത് 60 രൂപയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വീണ്ടും ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ മിൽമ പാലിന് ഇനിയും വില കൂടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? വിവിധ യൂണിയനുകൾ വില കൂട്ടുന്നതിനെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, കഴിഞ്ഞ കുറേ നാളുകളായി ഉയരുന്ന ആവശ്യമാണ് പാൽവില വർദ്ധിപ്പിക്കണമെന്നത്. കാരണം ക്ഷീര കർഷകർക്ക് ഉൽപാദന ചെലവിന് അടിസ്ഥാനമാക്കിയുള്ള പണം ലഭിക്കണമെന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാൽവില കൂട്ടാനുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ നടന്നത്. ഒപ്പം എറണാകുളം, തിരുവനന്തപുരം, മലബാർ യൂണിയനുകൾ പാൽവില കൂട്ടണമെന്ന നിർദ്ദേശമാണ് മിൽമയുടെ മുന്നിൽ വച്ചത്. ഇക്കാര്യം മേഖലാ യൂണിയനുകൾ ശുപാർശയും ചെയ്തിട്ടുണ്ട്. ഈ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനാണ് മിൽമ ഭരണസമിതി യോഗം ഇന്ന് നടക്കുന്നത്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് ഈ യോഗം നടക്കും. ഇക്കാര്യത്തിൽ പാൽവില കൂട്ടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ ഉള്ള വിലയിൽ നിന്ന് ലിറ്ററിന് 60 രൂപയായി ഉയർത്തണമെന്നതാണ് പ്രധാനമായും ആവശ്യപ്പെടുന്ന കാര്യം. എറണാകുളം യൂണിയനാണ് 60 രൂപയായി ലിറ്ററിന് പാൽവില ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റ് രണ്ട് യൂണിയനുകളും പാൽവില കൂട്ടണമെന്ന നിലപാടിനോട് യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. പക്ഷേ മിൽമ അത്തരത്തിലൊരു തീരുമാനമെടുത്താലും ഇത് നടപ്പിലാക്കുന്നതിനായി സർക്കാരിന്റെ അനുമതി വേണം. നിലവിലെ ഒരു സാഹചര്യത്തിൽ 60 രൂപ ഉയർത്തുമോ എന്ന കാര്യം സംശയമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ചെറിയ വ്യത്യാസം പാൽവിലയിൽ വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പാൽവില കേരളത്തെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ വിലവർധനവുണ്ടായാൽ അത് മിൽമയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന ഒരു അഭിപ്രായം കൂടി ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കാത്ത സാഹചര്യത്തിലുള്ള ഒരു വിലവർധനവായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് ഈ വിലവർധന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം സർക്കാരിന്റെ അനുമതിക്കായി സർക്കാരിന്റെ മുന്നിൽ വരും. അതിൽ സർക്കാർ ആയിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കുക. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.